بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പരിശുദ്ധ റമദാനോടനുബന്ധിച്ച് നമ്മുടെ മദ്രസകളൊക്കെ വാർഷിക പരീക്ഷയ്ക്കു ശേഷം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് മുതിർന്ന വിദ്യാർത്ഥികൾക്കും വളർന്നു വരുന്നവർക്കും പ്രാക്ടിക്കലായി വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമീനും സംസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും ഒക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രാക്ടിക്കൽ കോഴ്സിൻ്റെ 2 ദിവസത്തെ ക്ലാസ്സും അതിനുശേഷം 3-ാമത്തെ ദിവസത്തിൽ അതിൻ്റെ പരീക്ഷയുമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്നത്തെ പ്രാക്ടിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് നമ്മുടെയൊക്കെ മരണം എന്നുള്ളത്. ജീവനോടുകൂടെ ഭൂമുഖത്തേക്ക് വന്ന ഏതൊരു ശരീരവും മരണത്തെ രുചിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയതും നമുക്ക് അനുഭവിക്കാൻ ഇരിക്കുന്നതുമായ കാര്യമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി കൂടെ പ്രാർത്ഥിക്കുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും അവനെ മറവ് ചെയ്യലും നിർബന്ധമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഈ വീഡിയോയിലൂടെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മയ്യിത്ത് നിസ്കാരം സാധാരണ നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമെ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ നിസ്കരിക്കുന്ന മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം. അഥവാ മയ്യത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. മയ്യത്ത് കുളിപ്പിച്ച് ശുദ്ധിയാക്കിയ ശേഷമായിരിക്കണം ആ മയ്യത്തിന് മേൽ നമ്മൾ നിസ്കരിക്കേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ഥലത്തുള്ള മയ്യത്താണെങ്കിൽ ആ മയ്യത്തിനെ ഒരിക്കൽ മുന്നിൽ നിൽക്കാൻ പാടില്ല, മുൻകടക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകളാണ്. സാധാരണ നിസ്കാരങ്ങൾക്ക് 14 ഫർളുകളാണെങ്കിൽ അതിന് നേർപകുതി 7 ഫർളുകളാണ് മയ്യിത്ത് നിസ്കാരത്തിനുള്ളത്. 1-ാമത്തെ ഫർദ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നിയ്യത്താണ്. സ്വല്ലിൽ ഫർദാന ഹാദൽ മയ്യിത്ത് എന്നാണ് അതിൻ്റെ ചെറിയ രൂപം. ഈ മയ്യിത്തിൻ്റെ മേൽ ഫർദായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ആ നിയ്യത്ത് ചെയ്യുക. രണ്ടാമതായി കഴിവുള്ളയാളാണെങ്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക. 3-ാമത്തെ കാര്യം 4 തക്ബീറുകൾ ചൊല്ലണം. മയ്യിത്ത് നിസ്കാരത്തിൽ നമുക്കറിയാം മറ്റു നിസ്കാരങ്ങളെ പോലെ റുക്കൂ ഇത്തിദാലൊന്നും ഇല്ലാത്ത നിസ്കാരമാണ്. 4 തക്ബീറുകളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. 4-ാമത്തെ ഫർദ് 1-ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. ഫാത്തിഹ നമുക്ക് നിസ്കാരത്തിലൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യം തന്നെയാണ്. കൃത്യമായി തെറ്റ് തീർത്ത് മനസ്സിലാക്കി പഠിച്ചവരാണ് നമ്മളൊക്കെ. അപ്പോൾ 1-ാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹ ഓതണം. 2-ാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്തും ചൊല്ലാം. ഏറ്റവും അഫ്ദലായ സ്വലാത്ത് എന്ന് പറയും സ്വലാത്തുൽ ഇബ്രാഹിമിയ. സാധാരണ നമസ്കാരത്തിലൊക്കെ ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ എന്ന് തുടങ്ങി ഇന്നക ഹമീദും മജീദ് വരെ അവസാനിക്കുന്ന ആ ഇബ്രാഹിമിയ സ്വലാത്ത്, അതാണ് 2-ാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടത്. അതിനുശേഷം 3-ാമത്തെ തക്ബീർ ചൊല്ലുന്നു. ഓരോ തക്ബീറുകളും നമ്മൾ 2 കൈകളും നമ്മുടെ ചുമലിന് നേരെ ഉയർത്തി നമ്മുടെ നെഞ്ചിൻ്റെയും പുക്കളുടെയും ഇടയിൽ വെച്ചുകൊണ്ടാണ് അതിൻ്റെ തക്ബീറിൻ്റെ രൂപം. 3-ാമത്തെ തക്ബീർ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ചൊല്ലേണ്ട ഒരു തക്ബീറാണ്. ആ തക്ബീറിന് ശേഷമാണ് മയ്യത്തിന് മേലുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്നത്. മയ്യത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. 4-ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് തുടങ്ങുന്നതാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മളൊക്കെ മനസ്സിലാക്കുകയും അത് പ്രാർത്ഥിക്കുകയും അത് ചൊല്ലുകയും ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഇവിടെ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുന്നത് മയ്യത്ത് ഒരു പുരുഷനാണെങ്കിൽ നമ്മൾ ഹു എന്ന് ഉപയോഗിക്കും. അതേസമയം മയ്യത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് അല്ലാഹുമ്മ ഗഫിർ ലഹ എന്ന് സ്ത്രീലിംഗമായിക്കൊണ്ട് ഉപയോഗിക്കലാണ്. 2 പേരുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹുമ എന്നും, 2-ലധികം എത്ര പേരുണ്ടെങ്കിലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ മുഅ്മിനുകളായിട്ടുള്ള പല ആളുകളുടെയും നിസ്കാരങ്ങൾ നമസ്കരിക്കാറുണ്ട്. കത്തുകൾ മുഖേനയും പത്രത്തിലൂടെയും ഒക്കെ തന്നെ നമ്മൾ പല വാർത്തകളും നമ്മൾ കേൾക്കുകയും അവർക്കൊക്കെ വേണ്ടി നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. അത്തരം സമയങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് അല്ലാഹുമ്മ ഗഫിർ ലഹും എന്ന് ബഹുവചനമായി കൊണ്ട് ചൊല്ലലാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹും വർഹംഹും വഅഫു അൻഹും എന്ന് തുടങ്ങി ആ ഏകവചനം ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ബഹുവചനമായി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനയാണ് 3-ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത്.
6ാമത്തെ ഫർദ് 3ാം തക്ബീറിന് ശേഷം മയ്യത്തിന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ 7ാമത്തെ ഫർദ് വരുന്നത് 4ാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടുക എന്നതാണ്. ഈ സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു തുടങ്ങുന്ന ഒരു ദുആ ഉണ്ട്. അതുപോലെ തന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അതിനുശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് സാധാരണ നിസ്കാരത്തിൽ സലാം വീട്ടുന്നത്. മയ്യിത്ത് നിസ്കാരത്തിൽ വബറകാതുഹു എന്നുകൂടെ അധികമാക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെ വളരെ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കും. ജനാസ നിസ്കാരം വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ തന്നെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് വരേണ്ടത്. ആ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാക്ടിക്കലായി കൊണ്ട് തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. ഈ ഫാത്തിഹയും മയ്യത്തിൻ്റെ മേലുള്ള പ്രാർത്ഥനയും 3ാം തക്ബീറിന് ശേഷമുള്ള ആ ദുആയും ഒക്കെ നമ്മൾ കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും നമ്മുടെ പള്ളികളിലൊക്കെ ജനാസ നിസ്കാരം നടക്കാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അതിൽ പങ്കെടുക്കുകയും പുണ്യം വളരെ കിട്ടുന്ന ആ നിസ്കാരം നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും പ്രാക്ടിക്കലായിക്കൊണ്ട് തന്നെ അതൊക്കെ ശീലിക്കുകയും ചെയ്യാൻ നമ്മളൊക്കെ സമയം കണ്ടെത്തുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ ജനാസ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ അറിയിപ്പുകളൊക്കെ ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ സാധ്യമാകും വിധം പങ്കെടുത്തുകൊണ്ട് ആ സുന്നത്തിന് നമ്മൾ, പ്രത്യേകിച്ച് ജനാസ നിസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരണം നടക്കുകയാണെങ്കിൽ അത് ഫർദ് കിഫയാണ്, നമ്മുടെ സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ പ്രത്യേകിച്ചും ആ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ആ കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാക്കി നമ്മളൊക്കെ അത് നിർവഹിക്കുകയും ചെയ്യാൻ സമയം കണ്ടെത്തുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മയ്യിത്ത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 സുന്നത്തുകളുണ്ട്. ഫാത്തിഹയിൽ അഊദു ഓതുക, അതുപോലെ തന്നെ ആമീൻ പറയുക, തക്ബീറുകൾ ഇമാമ് ഉറക്കെ ചെല്ലുക, ബാക്കിയുള്ള മുഅ്മിനീങ്ങൾക്ക് അത് കേൾക്കാൻ സഹായകമാവുകയും അവർക്ക് നിസ്കാരത്തിൽ തുടരാൻ അത് കൂടുതൽ സഹായകമാവുകയും ചെയ്യും. അതുപോലെ തന്നെ എത്ര കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും ജനാസ നിസ്കരിക്കുന്ന സമയത്ത് 3 സഫായിക്കൊണ്ട് നിൽക്കൽ വളരെ സുന്നത്തുള്ളൊരു കാര്യമാണ്. 3 സഫ് ഒരു ജനാസക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ജനാസക്ക് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആളുകൾ കുറവുള്ള സമയത്ത് ഉള്ളവരെ തന്നെ 3 സഫുകളാക്കിക്കൊണ്ട് നിൽക്കുകയും കൂടെ ചെയ്താൽ അത് വളരെ നല്ലൊരു കാര്യം കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് നമ്മൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അത് ചെയ്യാനുള്ള ഒരു തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ജനാസക്ക് ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിർവഹിക്കാൻ അതിന് ഇമാമ നിൽക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ തന്നെയാണ്. അപ്പോൾ അത്തരം സമയങ്ങളിൽ മരണപ്പെട്ട വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ മയ്യത്ത് ജനാസക്ക് നിസ്കരിക്കാൻ ഇമാമ നിൽക്കുന്നയാൾ ആ മയ്യത്തിൻ്റെ ജനാസയുടെ തലയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. മയ്യത്ത് സ്ത്രീ ആണെങ്കിൽ ആ മയ്യത്തിൻ്റെ ആ ജനാസയുടെ മധ്യഭാഗത്തുമാണ് ഇമാം നിൽക്കേണ്ടത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു എല്ലാ ഖൈറുകളും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.